എം.കെ. മുനീർ എം.എൽ.എ വണ്ടിച്ചെക്ക് നൽകി പണം തട്ടിച്ച കേസിൽ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിട്ടു. കേരളത്തിൽ വിവാദമല്ല, വാർത്താ വിസ്ഫോടനമല്ല, ചർച്ചയിൽ മാധ്യമധർമ്മം. കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് ഇന്ത്യ വിഷൻ എന്നൊരു മാധ്യമ സ്ഥാപനം നടത്തി 1.5 കോടി രൂപ തട്ടിച്ച കേസിൽ, അതും വണ്ടിച്ചെക്ക് നൽകി. ആ കേസുമായി ബന്ധപ്പെട്ട് പണം നൽകാതെ മുങ്ങി നടന്നതാണ് സംഭവം. പണം കൊടുത്ത വ്യക്തി കോടതിയിൽ പോയി. കോടതി ഇപ്പോൾ 2,60,00,000 രൂപയായി 1 മാസത്തിനകം മടക്കി നൽകാൻ ഉത്തരവായിരിക്കുകയാണ്. ഇന്ത്യ വിഷൻ ചാനലിനായി കടം വാങ്ങിയ കേസിൽ എം.കെ. മുനീർ എം.എൽ.എക്ക് കോടതി ശിക്ഷ വിധിച്ചു. 1 മാസത്തിനകം 2,60,00,000 രൂപ മടക്കി നൽകിയില്ലെങ്കിൽ 6 മാസം തടവ് ശിക്ഷ അനുഭവിക്കണം. കണ്ടില്ലേ, ഇതുപോലെ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്താൻ ഒരു സാധാരണ വാർത്ത. ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഈ നാട്ടിൽ പണം പറ്റിച്ച കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ വാർത്ത നൽകേണ്ടത്? പിന്നീട് അയാൾക്ക് ജനപ്രതിനിധിയായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? സ്വാഭാവികമായിട്ട് ചർച്ച ഉയർന്നു വരേണ്ടതല്ലേ? പക്ഷേ ചർച്ച വരുന്നില്ല. ജനങ്ങളെ നയിക്കാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു ജനപ്രതിനിധി, പക്ഷേ അതൊക്കെ ചിലരുടെ പ്രിവിലേജാക്കി മാറ്റിയിരിക്കുകയാണ്. UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമായിട്ട് നിന്നാൽ നിങ്ങൾക്ക് എന്ത് തട്ടിപ്പോ വെട്ടിപ്പോ അല്ലെങ്കിൽ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും കേരളത്തിൽ അത് ചർച്ചയാകാതെ പോകുമെന്നതിൻ്റെ തെളിവാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് ആലോചിക്കണം. ലീഗിലെ MLA മാർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയും കൂടിയുണ്ട്.